പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വയോധികയെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. ആട്ടയാമ്പതി സ്വദേശികളായ ഉദയകുമാർ മറ്റൊരു 17-കാരനുമാണ് പിടിയിലായത്. കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടുകയായിരുന്നു. ആട്ടയാമ്പതി സ്വദേശി സരസമാളിനെയാണ് മോഷണ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് പാലക്കാട് നിന്ന് വരുന്നത്. ഒരു വയോധികയെ മോഷണ ശ്രമത്തിനിടെ കൊന്ന് കത്തിച്ചു. അതിൽ ഒരു 17-കാരനും ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ. അമൽ, ഇപ്പോൾ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഉദയകുമാറിനെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വടകരപ്പതിയിലുള്ള ആട്ടയാമ്പതിയിലുള്ള വീട്ടിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഉദയകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ക്രൂര കൊലപാതകം നടന്നത്. കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള സരസാൾ എന്നുള്ള 66 വയസ്സുകാരിയെ കാണാതായിട്ടുണ്ടായിരുന്നു. ഇവരെ കാണാതായതിനെ തുടർന്ന് പോലീസ് ആദ്യം നാട്ടുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. നാട്ടുകാർ ഈ കാര്യം പോലീസിനെ അറിയിക്കുന്നു. പോലീസും വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷിച്ച സമയത്താണ് ഇതിൽ കൃത്യമായിട്ട് തന്നെ പ്രദേശവാസിയായിട്ടുള്ള ഒരു യുവാവിനെ കൂടെ ഇവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സരസാളിനെ കാണാതായ ദിവസം മുതൽ തന്നെ ഒരു പ്രദേശവാസിയായ യുവാവിനെയും കൂടെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നു. അത് ഈ ഒരു ഉദയകുമാർ എന്ന വ്യക്തിയായിരുന്നു. ആ ഉദയകുമാറിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് പലതവണയായിട്ട് ചോദ്യം ചെയ്തതിൽ നിന്നാണ് 19-കാരനായിട്ടുള്ള ഈ ഒരു ഉദയകുമാറും പിന്നെ സുഹൃത്തായിട്ടുള്ള 17-കാരനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളത് തെളിയുന്നത്. ഏതായാലും പ്രതിയെ ഇപ്പോൾ വീട്ടിലെത്തിച്ചു, ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ചു. ആ സമയത്ത് പ്രതി ആദ്യം തന്നെ പോലീസിനോട് ഈ തെളിവെടുപ്പിനിടെ പറഞ്ഞത് ഈ സരസാളിൻ്റെ കയ്യിലൊരു മൂക്കുത്തി താൻ കണ്ടിരുന്നു, ആ സ്വർണ്ണ മൂക്കുത്തി അടിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് തുറന്ന് തെളിവെടുപ്പിനിടെ പ്രതി യാതൊരു കൂസലുമില്ലാതെ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വെറും 1-2 ഗ്രാം മാത്രം തൂക്കം ഉള്ള ആ ഒരു സ്വർണ്ണ മൂക്കുത്തി, ആ സ്വർണ്ണ മൂക്കുത്തി തട്ടിയെടുക്കുക അല്ലെങ്കിൽ അതിനെ കവർച്ച ചെയ്യുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ 19 വയസ്സ് മാത്രം പ്രായമുള്ള പ്രതി ഈ സരസാളിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മർദ്ദിക്കുകയും പിന്നീട് മരിച്ചു എന്ന് ഉറപ്പായതോടുകൂടി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഷെഡിനകത്ത്, വീടിന് മുന്നിൽ തന്നെയുള്ള ഷെഡിനകത്ത് ഒരു ഡ്രമ്മിലിട്ട് കത്തിക്കുകയായിരുന്നു. കത്തിച്ചതിന് ശേഷം മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ വീടിൻ്റെ തന്നെ പുറകുവശത്ത് മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ആദ്യം വീടിനകത്ത്, അതായത് ഈ സരസാളിനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ സരസാൾ ആദ്യം ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെന്നത്. ആ ഉദയകുമാറിൻ്റെ വീടിൻ്റെ ഉൾവശത്തായിരുന്നു ആദ്യ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഈ കാണുന്ന ഷെഡ്, ഈ മൃതദേഹത്തെ ഇട്ട് കത്തിച്ചു എന്ന് പറയുന്ന ഷെഡിനകത്തും തെളിവെടുപ്പ് നടത്തി. ഇനിയിപ്പോൾ മൃതദേഹം മറവ് ചെയ്തു എന്ന് പറയുന്ന വീടിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഈ ഒരു മറവ് ചെയ്തു എന്ന് പറയുന്ന പ്രദേശത്ത് കൂടി പ്രതിയെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. വെറും ഒരു മുക്കുത്തിക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഒരു 66 വയസ്സുകാരുടെ ജീവൻ തന്നെ പൊലിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ ജീവനെ തന്നെ അപഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതി. ഏതായാലും ഈ വീട്ടിലേക്ക് എത്തിയ സമയത്ത്, തെളിവെടുപ്പിനായിട്ട് പ്രതിയെ കൊണ്ടുവന്ന സമയത്ത് ആദ്യം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ മൂക്കുത്തിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം. യെസ്, വ്യക്തമാണ്. 1-2 ഗ്രാം വരുന്ന ഒരു സ്വർണ്ണ മുക്കുത്തിക്ക് വേണ്ടിയാണ് 66 വയസ്സുള്ള ഒരു വയോധികയെ കൊന്ന് കൊലപ്പെടുത്തി കത്തിച്ച് കുഴിച്ചു മൂടിയത്. അതും പ്രതികൾ 19-കാരനും ഒരു 17-കാരനുമാണ് പിടിയിലായത്. പാലക്കാട് നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.